കുക്ക് സ്റ്റീവ് ജോബ്സിനെ പോലെ അത്രമാത്രം വലിയ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരണം, ഇന്ന പ്രൊഡക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള റിസർച്ചിൻ്റെ പുറകെ ആയിരുന്നില്ല ടിം കുക്ക് ഉണ്ടായത്. ടിം കുക്കിന് ഒരു സൈലൻറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഹാസ് ടു ബി എൻഡഡ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് എ കസ്റ്റമർ. യെസ്, എങ്ങനെയാണ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും കയ്യിലേക്ക് ആപ്പിൾ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഏറ്റവും ആദ്യം ടിം കുക്ക് പ്ലാൻ ചെയ്തത്. ഒരു സ്റ്റേജിൽ വന്ന് ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടും ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ടും ഒരു കാര്യം ചെയ്യാനും ടിം കുക്ക് അപ്പം മുതിർന്നില്ല. ഒരു വൺ മോർ തിങ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ടാഗ് ലൈൻ ഉണ്ടാക്കാനും ഈ പറഞ്ഞ ടിം കുക്ക് മുതിർന്നില്ല. അതിന് പകരം സപ്ലൈ ചെയിൻ ഏറ്റവും ബെറ്റർ ആയിട്ടും സ്ട്രോങ് ആയിട്ടും ബിൽഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ആപ്പിൾ പ്രൊഡക്റ്റ് ഏറ്റവും അടിപൊളിയായിട്ടും അതോടൊപ്പം തന്നെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തണമെന്നുള്ള രീതിയിലും ആപ്പിൾ ഒരു എൻറ്റയർ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്തത്. സപ്ലൈ ചെയിൻ ഇംപ്രൂവ് ചെയ്തു. ലോജിസ്റ്റിക്സ് ഏറ്റവും ബെറ്റർ ആയിട്ട് എല്ലാ കൺട്രിയിലേക്കും ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ആൻഡ് ഗ്ലോബൽ എക്സിക്യൂഷൻ ആയിരുന്നു ഏറ്റവും വലിയ റിയൽ സൈലൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്റ്റീവ് ജോബ്സ് പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ടിം കുക്ക് ക്രിയേറ്റ് ചെയ്തത് ആ ഓരോ പ്രൊഡക്റ്റുകളും എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായ റീറ്റെയിൽ സ്റ്റോറുകളും റീറ്റെയിൽ സ്റ്റോറിലെ എംപ്ലോയീസിനെ തന്നെ ആപ്പിൾ ഏറ്റവും ബെറ്റർ ആയിട്ടും വാം വെൽക്കമിങ് ആയിട്ടും ട്രെയിൻ ചെയ്തു. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴും ആ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലുണ്ടാവുന്ന ആ ഒരു കമ്പനി നെയിമും അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ഏറ്റവും ഗുഡ് വില്ലായിട്ടുള്ള ഫീഡ്ബാക്കും എപ്പോഴും ഉണ്ടാവാനും ആപ്പിൾ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഈ ഒരു സ്ട്രാറ്റജി ടിം കുക്ക് യൂസ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിലല്ല കാര്യം, ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഉണ്ടാവുന്ന ലോയാലിറ്റി, ആ ഒരു കസ്റ്റമറിന് കമ്പനിയോടുള്ള സ്നേഹം, ആ ഒരു കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആ ഒരു മനസ്സിൻ്റെ പ്രവണത, ഇതായിരുന്നു ഒരു സൈലൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, പക്ഷേ ആപ്പിൾ ലോകത്തിന് മുമ്പ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു.